പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയമാണ്. നിങ്ങളുടെ ഇന്ന് 1201 തുലാമാസം 9-ാം തീയതി ഞായറാഴ്ച, അതായത് 2025 ഒക്ടോബർ മാസം 26-ാം തീയതി. ഇന്ന് ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:18, അസ്തമയം വൈകിട്ട് 6:09. ഇന്ന് ഞായറാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ഉച്ചയ്ക്ക് ശേഷം വരുന്ന 4:30 മുതൽ 6 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം. നാം ഒരു ശുഭകാര്യങ്ങളും രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ നക്ഷത്രവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. കാലത്ത് 10:45 വരെ തൃക്കേട്ട നക്ഷത്രമാണ്. നിങ്ങൾക്കറിയാം, ഒരു ശുഭകാര്യങ്ങളും നാം അനുഷ്ഠിക്കാത്ത നക്ഷത്രമാകുന്നു തൃക്കേട്ട. അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ ജ്യോതിഷ് ചക്രത്തിൽ. നിങ്ങൾക്കറിയാം, നാം പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടൈവ 7 നാൾ. യമൻ എന്നാൽ ഭരണി, രുദ്രൻ എന്നാൽ തിരുവാതിര, അഹി എന്നാൽ ആയില്യം, പിന്നീട് പൂരം, പൂരാടം, പുരുരുട്ടാതി, അപ്രകാരം തന്നെ ജ്യേഷ്ഠ എന്ന തൃക്കേട്ട നക്ഷത്രം. ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ നാം ഒരു ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാറില്ല. നിങ്ങൾക്കറിയാം, വിത്തിട്ടാൽ പൊടിക്കില്ല എന്നാണ് പറയുന്നത്. അപ്രകാരം തന്നെ യാത്ര പോയാൽ തിരിച്ചു വരില്ല ഒരു വ്യക്തി. അതിനാൽ നിങ്ങൾ ജ്യോതിഷപ്രേമിയാണെങ്കിൽ, ജ്യോതിഷം അറിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ നക്ഷത്രങ്ങളെ ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കരുത്. അതിൽ തിരുവാതിര നക്ഷത്രത്തിന് ഈ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വിദ്യാരംഭത്തിന് ഏറ്റവും നല്ല നക്ഷത്രമായി തിരുവാതിരയെ നാം പരിഗണിക്കാറുണ്ട്. അക്ഷരാഭ്യാസത്തിന് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര വളരെ അനുകൂലമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുക. ഇന്നത്തെ തിഥി വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാകുന്നു. ചന്ദ്രനിത ബലവാനായി വരികയാണ്. പഞ്ചമി മുതൽ ചന്ദ്രൻ വളരെ ബലവാനാണ്. നാളെ നിങ്ങൾ അറിയണം, നാളെ ഷഷ്ഠി തിഥിയാണ്. സുബ്രഹ്മണ്യൻ്റെ സ്കന്ദഷഷ്ഠി ദിനമാണ്. അതിനാൽ സന്താന ശ്രേയസ്സിന് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി, അത് മക്കൾക്കായാലും അല്ലെങ്കിൽ ഭർത്തൃശ്രേയസ്സിനായാലും, അപ്രകാരം തന്നെ നിങ്ങളുടെ സന്താനങ്ങളുടെ സർവ്വതോമുഖമായ അഭിവൃദ്ധ്യർത്ഥം ഇന്ന് തന്നെ നിങ്ങൾ ഉപവാസങ്ങളൊക്കെ ചെയ്യണം. ഇന്ന് ഉച്ചയ്ക്ക് അരിഭക്ഷണം കഴിച്ചാൽ രാത്രി അരിഭക്ഷണം ഉപേക്ഷിക്കുക. ഫ്രൂട്ട്സ്, ജ്യൂസസ് ഇതൊക്കെ കഴിച്ച്, പച്ചക്കറികളും ഫലങ്ങളുമൊക്കെ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഷഷ്ഠിവ്രതം വളരെ മനോഹരമാക്കാം. നന്നായി സുബ്രഹ്മണ്യൻ്റെ ഭജനം, ഓം വജദ്ഭുവേ നമഃ എന്ന മന്ത്രം ചൊല്ലി നിങ്ങളുടെ ഇന്നത്തെ ദിനത്തെ നിങ്ങൾ മഹത്തരമാക്കണം. ഇന്ന് ഞായറാഴ്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉച്ചയ്ക്ക് വരെയുള്ള സമയം, ഉദ്ദേശം 1:45 വരെ തൃക്കേട്ട നക്ഷത്രമാണ്. ഞാൻ പറഞ്ഞു, ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാറ്. 1:45 ശേഷം മൂലം നക്ഷത്രം വരുന്നുണ്ട്. ശുഭനക്ഷത്രമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു മൂലം നക്ഷത്രം. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്തെങ്കിലും ശുഭകാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണമെങ്കിൽ 1:45-നും 2:15-നും ഇടയിലുള്ള അരമണിക്കൂർ സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ പ്രാർത്ഥന കാലത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ബുധനുമായി ബന്ധപ്പെടുന്ന അതിശക്തമായ നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ ആവട്ടെ, അവിടെ വഴിപാടുകൾ ചെയ്യുക. വൈകിട്ട് വളരെ ശക്തമായി സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി വഴിപാടേ ചെയ്യണം. അവിടെ നാഗത്തിന് ആയില്യപൂജയോ അല്ലെങ്കിൽ സർപ്പബലിയോ അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചനയോ ചെയ്ത് ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ ദിനത്തെ ധന്യമാക്കണം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.